കണ്ണിൻ മണി പോൽ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. ഹൃദയത്തിലെന്നെ വഹിച്ചതിനാൽ മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. ഹൃദയത്തിലെന്നെ വഹിച്ചതിനാൽ മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതിനാൽ തുമ്പമൊന്നും ഏശിയില്ല. കണ്ണിൽ തന്നെ നോക്കിയതിനാൽ തുമ്പമൊന്നും ഏശിയില്ല. കണ്ണിൻ മണി പോൽ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോൽ എന്നെ കരുതും, ഉള്ളം കയ്യിൽ എന്നെ താങ്ങും. കർത്താവിൽ അനുഗ്രഹീതനായ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ എഴുതി സംഗീതം ചെയ്ത ഈ മനോഹരമായ ഗാനം അണി സിസ്റ്ററിലൂടെ നമ്മൾ കേട്ടു. ശരിക്കും ഇത് ഒരു പാട്ടിനപ്പുറമായി സ്വർഗത്തിലെ ദൈവം നമ്മോട് കാണിക്കുന്ന ഒരു പ്രവൃത്തിയും അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വാഗ്ദത്വമാണ്. വിശുദ്ധ തിരുവെഴുത്തുകളിൽ 32-ാമത്തെ അധ്യായം ആവർത്തന പുസ്തകം 10, 11, 12 വാക്യങ്ങൾ നോക്കാം. താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശങ്ങളിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറകു വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. സർവശക്തനാകുന്ന ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിനെ നടത്തിയത് എങ്ങനെയാണ് എന്ന് ഇവിടെ ഈ വാക്യത്തിലൂടെ വ്യക്തമാക്കുകയാണ്. ഒന്ന്, ഞാൻ അവനെ ചുറ്റി പരിപാലിച്ചു. ഈ വാഗ്ദത്തം നമുക്ക് സ്വീകരിക്കാം. നമ്മെ ചുറ്റി പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പാട്ടും പ്രസംഗവും എന്ന പ്രോഗ്രാമിലൂടെ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ചുറ്റി പരിപാലിക്കും. സക്കറിയാവ് 2:5 പറയുന്നുണ്ട്, ഞാൻ നിനക്ക് ചുറ്റും തീമതിലായിരിക്കും. സക്കറിയാവിന്റെ പ്രവചനം 9-ാം അധ്യായം 8-ാം വാക്യം പറയുന്നുണ്ട്, ഞാൻ നിനക്ക് ചുറ്റും പട്ടാളമായിരിക്കും. അപ്പോൾ എനിക്ക് ചുറ്റും ഒരു പട്ടാളം പോലെ തൻ്റെ
ദൂതന്മാരെ അയക്കുന്ന, എനിക്ക് ചുറ്റും തീമതിലായിരിക്കുന്ന, എന്നെ ചുറ്റി പരിപാലിക്കുന്ന, നിങ്ങളെ ചുറ്റി പരിപാലിക്കുന്ന സർവശക്തനാകുന്ന ദൈവം. 2, അവൻ കൺമണി പോലെ അവരെ സൂക്ഷിച്ചു. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ഐബോൾസാണ്, കൺമണികളാണ്. നോക്കി എത്ര സെൻസിറ്റീവായിട്ടുള്ളൊരു ഏറിയാണെന്നറിയാവുന്നത്. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലേക്ക് ഒരു പൊടി വന്നാൽ നമ്മളിങ്ങനെ കൈകൊണ്ട് തട്ടി മാറ്റും. ഒരു ഈച്ച പറന്നു വന്നാൽ നമ്മൾ ഒഴിഞ്ഞു മാറുകയോ കൈകൊണ്ട് തട്ടിക്കളയുകയോ ചെയ്യും. കാരണം കണ്ണിന് നേരെ വരുന്നതൊന്നും നമ്മൾ ആക്ഷൻ എടുക്കാതിരിക്കത്തില്ല. നമ്മുടെ കൈ വർക്ക് ചെയ്യും, നമ്മുടെ തല ചരിയും, നമ്മൾ ഒഴിഞ്ഞു മാറും. അപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വാഗ്ദത്തം നിങ്ങളോടും എന്നോടുമുള്ള ബന്ധത്തിൽ നാം അവൻ്റെ കൺമണികളാണ്. അപ്പോൾ എത്ര അധികമായി ദൈവം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, എത്ര അധികമായി ദൈവം നമ്മളെ കെയർ ചെയ്യുന്നു എന്നുള്ളതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അടുത്ത വാക്യത്തിൽ 11-ാം വാക്യത്തിൽ, കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. ഈ കഴുകൻ കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത് വലിയ ഉയർന്ന പ്രദേശങ്ങളിലാണ് അത് മുട്ടയിട്ട് വിരിയിക്കുന്നത്. സോഫ്റ്റായിട്ടുള്ളൊരു സ്ഥലമായിരിക്കത്തില്ല, അത് വളരെ റഫായിരിക്കും. വളരെ കട്ടിയുള്ള കല്ലുകളും അല്ലെങ്കിൽ കമ്പുകളും മുള്ളുകളും ഒക്കെ ചേർത്ത് വെച്ച ഒരു കൂടായിരിക്കും അതിന് പലപ്പോഴും ഉള്ളത്. അതിൻ്റെ തൂവലുകളൊക്കെ ചിലപ്പോൾ പൊഴിച്ചിട്ട് അതിൻ്റെ മേലിൽ മുട്ടയിട്ട് അതിനെ വിരിയിച്ച് പുറത്തിറക്കുമ്പോൾ കഴുകൻ ഈ കുറച്ച് ചിറക് മുളച്ച എന്നാൽ അത്യാവശ്യം പറക്കാൻ പറ്റുന്ന പരുവാകുമ്പോൾ കുഞ്ഞിനെ കൊത്തിയെടുത്ത് മുകളിലേക്ക് പോകും. എന്നിട്ട് ആ ചുണ്ടിൽ നിന്നങ്ങ് വിടും. അപ്പോൾ കുഞ്ഞിങ്ങനെ പിടഞ്ഞ് ചിറകുള്ള ചിറക് അടിച്ചിങ്ങനെ താഴോട്ട് വരും. അത് നിലത്ത് വീഴും എന്ന് തോന്നും. പക്ഷേ ആ കഴുകൻ ഇങ്ങനെ ചിറക് വിരിച്ചിങ്ങനെ വന്ന കുഞ്ഞിനെ ചിറകിൻ്റെ മേലെ എടുത്തങ്ങ് പൊക്കും. വീഴുമെന്ന് തോന്നും, അപ്പോൾ ഇറങ്ങി വരും. ഇത് വ്യക്തിപരമായി നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു സത്യമാണ്. ചില സമയങ്ങളൊക്കെ വീണു പോകുമെന്ന് നമുക്ക് തോന്നണം. തോന്നിയാൽ മാത്രമേ താങ്ങിയതിൻ്റെ മഹത്വം മനസ്സിലാകത്തുള്ളൂ. വീഴുമെന്ന് തോന്നണം. അതാണ് തള്ളക്കഴുകൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ അച്ഛൻ കഴുകൻ ചെയ്യുന്നത് അതാണ്. വീഴുമെന്ന് തോന്നിപ്പിക്കും, പക്ഷെ വീഴ്ത്തത്തില്ല. തകരുമെന്ന് ഒരുപക്ഷെ തോന്നിപ്പോകും, പക്ഷെ തകർക്കില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് അങ്ങനെ ഒരു ഫീല് വന്നില്ലെങ്കിൽ നമ്മളെ രക്ഷിച്ചതിൽ നമ്മൾ നന്ദി പറയത്തില്ല. നമുക്ക് ആ നന്മ ദൈവം തന്നതിൽ ഇത് ദൈവമാണ് തന്നത് എന്ന ഫീല് നമുക്കുണ്ടാകത്തില്ല. അതാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന സത്യം. അതിനെ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് ചിറകിന്മേൽ അവനെ വഹിക്കും. അപ്പോൾ എന്തൊക്കെ വാഗ്ദത്തങ്ങളാണ്? 1, ചുറ്റി പരിപാലിക്കുന്നു. 2, കൺമണി പോലെ സൂക്ഷിക്കുന്നു. 3, ചിറക് വിരിച്ച് നമ്മളെ അതിന്മേൽ വഹിക്കുന്നു. കണ്ണിൻ മണി പോൽ എന്നെ കരുതും, ഉള്ളം കൈകളിൽ എന്നെ അവൻ താങ്ങും. ഈ കർത്താവിൻ്റെ വാഗ്ദത്തം ഒരിക്കലും മാറുന്നില്ല പ്രിയപ്പെട്ടവരെ. സ്റ്റിൽ ദാറ്റ് പ്രോമിസ് ഈസ് അലൈവ്. ഈ വാഗ്ദത്തം ഇപ്പോഴും ജീവിക്കുന്നു. ദിസ് പ്രോമിസ് ഈസ് ഫോർ യു ആൻഡ് യുവർ ഫാമിലി. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ദൈവം നൽകിയിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ് ഈ വചനം. അപ്പോൾ തന്നെ ആ വാഗ്ദത്ത വചനമാണ് ഗാനമായി പാട്ടും പ്രസംഗത്തിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണിൻ മണി പോൽ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ.